അങ്ങയുടെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ അങ്ങയോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന, ശ്രദ്ധിക്കണമേ, ഇന്നാരോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന എന്നല്ല, ഭർത്താവിനോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന എന്നല്ല, ഭാര്യയോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന എന്നല്ല, പിന്നെ ദൈവത്തോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന. ഭർത്താവിനോട് ചെയ്ത പാപം ഭർത്താവിനോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന, ഭാര്യയോട് ചെയ്ത പാപം ഭാര്യയോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന അല്ലേ? സഹോദരങ്ങളോട് ചെയ്ത പാപം സഹോദരങ്ങളോട് ഏറ്റുപറയുന്ന പ്രാർത്ഥന. അങ്ങനെയാണോ ഇന്ന് ക്രിസ്ത്യ ലോകം പഠിച്ചിട്ടുള്ളത്? ആണോ? ഇന്നാരോട് 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ആ 1000 രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പകരം കൊണ്ട് കാണിക്കേണ്ട അവിടെ കടന്നില്ലോ? അങ്ങനെയല്ലേ ഇന്ന് ആൾക്കാർ ചെയ്യുന്നത്? അദ്ദേഹത്തോട് പണങ്ങിട്ട് ദൈവത്തോടായിട്ട് പറയും തീരുവ കടം. ഈ തിരിച്ചറിവ് പഠിപ്പിക്കാതെ ജനം പഠിക്കുവോ? ആരും ദൈവം അയക്കാതെ പഠിപ്പിക്കാൻ അർത്ഥം വരുമോ? ഇത് പഠിപ്പിക്കാതിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ചുമ്മാ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആടിപ്പാടി നിൽക്കാൻ വാങ്ങി വിശ്വസിച്ച വിശ്വാസമാകുമോ? സ്തോത്രം. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, ദൈവത്തോട് ചെയ്ത പാപത്തെ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. 11-ാം വാക്യം വായിക്കുമ്പോൾ 119, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്, അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരുന്ന അനുഭവങ്ങൾ ഇസ്രായേൽ ജനത്തിനും നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ദൈവത്തോട് ഏറ്റുപറയുന്നത്, പ്രാർത്ഥിക്കുന്നു. അതായത് മനുഷ്യനെയും കെട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നു. വസ്തുവക കിട്ടാൻ വേണ്ടിയല്ല ഭക്തന്മാരെ പ്രാർത്ഥിച്ചത്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്തുവക വീടൊന്നും കിട്ടില്ലെന്നല്ല പറയുന്നത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ദൈവത്തോട് ഇണങ്ങുക, സമാധാനം ആചരിക്കുക. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? നമ്മൾ ചെയ്യണം. അതിന് ഏറ്റവും മുഖ്യ വഴി എന്ന കരുണയാണ്. ദൈവത്തിന്റെ കരുണ തീർന്നു പോയി. ആ കരുണയ്ക്ക് നമ്മൾ കൂട്ടാളിയാവണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി ദൈവഭക്തന്മാർ മാതൃകയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ കള്ളന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഈ കള്ളന്മാരെ ആവശ്യമില്ലാതെ ചിന്തിച്ചടയില്ല. കള്ളന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിന് കള്ളനൊക്കെ അതിൽ വരും, കള്ളന്മാരല്ലാത്തവരും അതിൽ വരില്ല. അത് ഏത് സംഘടനയിലുള്ളവരായാലും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അതിന് കള്ളനാണെന്ന് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞാൽ, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളന് കള്ളിയോ? അതാണ് തെളിവ്. അത് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ? 1-2 പ്രമാണിച്ച പ്രമാണാവൂല. ഇല്ല, പ്രമാണിച്ചില്ലയോ? പ്രമാണിക്കുന്നില്ലയോ? നീ ദൈവത്തെ അറിഞ്ഞെന്ന് തുള്ളിച്ചാടി നടക്കരുത്. ദൈവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നിന്ന് കൊട്ടിഘോഷിക്കരുത്. പിന്നെ എന്തിനാ സ്റ്റേജിൽ നിൽക്കുന്നത്? അത് ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ള കാര്യം പ്രസ്താവിക്കാൻ വേണ്ടിയാണ്. അത് കേൾക്കുന്ന ജനത്തിനും എനിക്കും അത് പ്രസ്താവനയാണ്. ദൈവത്തെ അറിയേണ്ട രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഭക്തനാക്ക് ദൈവം പറഞ്ഞാൽ ഞാനൊരു കേൾവി ഏതൊരു പ്രസംഗത്തിലൂടെ കേട്ടു, അത്രേ ഉള്ളൂ. ഓരോ ഞായറാഴ്ചകളിലും ദൈവത്തെ കുറിച്ച് ഒരു കേൾവി ഞാൻ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. ദൈവത്തെ ഞാൻ അറിയേണ്ടവൻ എന്തില്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല ദൈവത്തെ. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അറിഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ അവൻ അറിയേണ്ടത് പോലെ ഒന്നും അറിഞ്ഞില്ല, അവനാണ് കള്ളൻ. അതായത്
ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറിച്ചാണ് കള്ളൻ എന്ന് പറയുന്നത്. സ്ത്രീകളാണെങ്കിൽ കള്ളി എന്ന് പറയും. അംഗീകരിക്കാൻ മനസ്സുള്ളവർക്ക് അംഗീകരിക്കാം. എനിക്ക് എന്നെ കുറിച്ച് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അവരെ കുറിച്ചാണ് കള്ളൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ദൈവത്തെ അറിഞ്ഞു എന്ന് അവകാശപ്പെടാൻ ആർക്കും അനുവാദമില്ല. സ്തോത്രം. ഈ നിരീശ്വരവാദികൾ പെരുകാൻ കാരണം ഇതാണ്. ഏതാണ്? ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുകയും ദൈവം നടത്തുന്നു എന്ന് പറയുകയും ദൈവം വിടുവിക്കുന്നു എന്ന് പറയുകയും ഇവിടെ നോക്കുമ്പോൾ ഒരു വിടുതലുമില്ല. ഭൂകമ്പം, പകർച്ചവ്യാധി, അകാല മരണം. അപ്പൊ അതാണ് നിരീശ്വരവാദം കൂടുന്നത്. നിരീശ്വരവാദികളെ ഉത്പാദിപ്പിക്കുന്ന ആരാണ്? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാതിരിക്കുകയും ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുകയും തുള്ളിച്ചാൽ നടക്കുകയും ചെയ്ത ഈ കള്ളന്മാരാണ് നിരീശ്വരവാദികളെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇല്ലെന്ന് പറയാം? ആരെങ്കിലും ആർക്കും ഇല്ലെന്ന് പറയും പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ മുഖപക്ഷം നോക്കാതെ ഹൃദയപൂർവ്വം നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ അവര് പരമാർത്ഥ ഹൃദയം പ്രാപിക്കും. ദൈവത്തെ അറിഞ്ഞെന്ന് ഒരു മനുഷ്യൻ പറയാൻ കഴിയില്ല. വിളിക്കപ്പെട്ടവരൊക്കെ ചാടിക്കൊണ്ട് കൊടുക്കും, ഞാൻ ദൈവത്തെ അറിഞ്ഞു, ദൈവം എന്റെ കൂടെ ഇരിക്കണം, എന്റെ ഉള്ളിലിരിക്കുന്നു, എന്റെ കക്ഷത്തിരിക്കുന്നു, എന്റെ ഹൃദയത്തിലിരിക്കുന്നു, അതൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. അതൊക്കെ തലയ്ക്ക് ബോധമില്ലാത്തവരാ, തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാ. ഈ തിരിച്ചറിവാകുന്ന സ്ഥിരത വരും. സ്ഥിരത വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാം അങ്ങനെ പറയില്ല. അയ്യോ കർത്താവേ, ഞാൻ അങ്ങനെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ ദൈവത്തെ കുറിച്ചൊരു കേൾവിയെ കേട്ടിട്ടുള്ളൂ, അധികം അറിയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ബോധവും സ്വഭാവം. അപ്പന്റെ ഇളയ മകൻ നോക്കി നോക്ക്. അപ്പന്റെ ഇളയ മകൻ നോക്ക്. അപ്പന്റെ ഇളയ മകന് സുബോധം വന്നപ്പോൾ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അപ്പന്റെ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ എന്ത് പറഞ്ഞു? അപ്പ കുറച്ച് പറയും. അത് അപ്പാന്ന് വിളിക്കുക യോഗ്യനുണ്ടല്ലോ. ഇവിടെ അല്ല നമ്മളെ ക്രിസ്ത്യാനികൾക്ക് എന്താ വിളിച്ചാൽ അപ്പാ അവിടെ അമ്മയെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പ നാടകരെ വിളിച്ച സ്തോത്രം. അപ്പോൾ അപ്പന്റെ ഇളയ മകന് സുബോധം വന്നപ്പോൾ എന്തൊന്നപ്പോൾ സുബോധം വന്നപ്പോൾ ഹല്ലേലൂയ സുബോധം വന്നപ്പോൾ എന്ത് തീരുമാനിച്ചു? ഞാൻ അപ്പന്റെ അടുക്കൽ പോയി അപ്പനോട് ഞാൻ ഇങ്ങനെ പറയും, അപ്പ ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്ത് കൊള്ളരുതാത്തവനായി മാറി. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നാ പറയാമോ? ക്രിസ്ത്യാനിക്ക് ദൈവത്തോട് പറയാമോ? പെന്തക്കോസ്തുകാർക്ക് ദൈവത്തോട് പറയാമോ? ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പെന്തക്കോസ്തിലെ ശുശ്രൂഷകർക്ക് ജനത്തെ പഠിപ്പിക്കാമോ? ജനം അനുദമിക്കാൻ തുടങ്ങും. ജനം തന്റെ തെറ്റ് ഗ്രഹിക്കാൻ തുടങ്ങും. തന്റെ തെറ്റ് ഗ്രഹിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഓർത്തോണം, അവിടെ മേൽ പരിശുദ്ധാത്മാവ് അവൻ വസിച്ചു തുടങ്ങി. അതാണ് അതിന്റെ അടയാളം. പരിശുദ്ധാത്മാവ് വസിച്ചു തുടങ്ങിയാൽ അവർ തന്റെ തെറ്റ് ഗ്രഹിക്കും. അവർ അന്യ ഭാഷയിൽ ആ പാപത്തെ തന്റെ തെറ്റ് ഗ്രഹിക്കാത്തവർ അന്യഭാഷ പറയരുത്, അത് വിലക്കാണ്. ദൈവസഭയ്ക്കത് ഭൂഷണമല്ല. തന്റെ തെറ്റ് ഗ്രഹിക്കാത്തവർ കർത്തമേശ എടുക്കുന്നത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല, നല്ലതല്ല. തന്റെ തെറ്റ് ഗ്രഹിക്കാത്തവർ കർത്തമേശ കൊടുക്കുന്നവന് അത് തന്നെ, സ്വീകരിക്കുന്നവരും അത് തന്നെ. അത് കർത്താവിന്റെ മേശ അല്ല എന്ന് സ്പഷ്ടം, അത് ഭൂതത്തിന്റെ മേശ എന്ന് സ്പഷ്ടം. വിശദ വിവരത്തോടുകൂടെ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ കാര്യമാണ്. ഇതൊന്നും തത്വജ്ഞാനം കൊണ്ട് പഠിക്കാൻ കഴിയില്ല, ഭൂമിയിലെ ജ്ഞാനം കൊണ്ട് പഠിക്കാൻ കഴിയില്ല. ഇതൊക്കെ തന്റെ തെറ്റുകളെ ഗ്രഹിക്കത്തക്കവണ്ണം വചനത്തെ പ്രിയം വെച്ച് വചനത്തിൽ ആമേശത്തിൽ കിടന്ന് ഉരുണ്ട്
ആരാൽ വെറുക്കപ്പെടേണ്ടി വന്നാലും വചനത്തോട് പ്രീതിയുള്ളവരായി പ്രമോദമുള്ളവരായി അതിൽ ആമേസ്തോത്ര മത്തരാകുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഗ്രഹിക്കാൻ കഴിയൂ. ഇല്ലാത്തവര് പറയും ഇത് പുളിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റേ ആള് വയ്യാതെ പോകും. ഈ മുന്തിരിങ്ങ കിട്ടാത്ത മുന്തിരിങ്ങയെ കുറിച്ച് കുറിക്കേണ്ടത് പറഞ്ഞു ഇത് പുളിക്കും. അതുകൊണ്ട് ദൈവകൃപയുടെ മഹത്വം പ്രാപിക്കാൻ തന്നെത്താൻ താഴ്ത്തിയാൽ പ്രാപിക്കാൻ പറ്റും. പ്രാപിക്കുന്നവരെ ദുരുപദേശം എന്ന് പറയരുത്, പ്രാപിക്കുന്നവരെ ദുരാത്മാവെന്ന് പറയരുത്. പറയുന്ന നിലക്കാ ദുരാത്മാവ്. സ്തോത്രം. അത് അടുക്കും ചിട്ടയില്ലാത്ത ജീവിതത്തിലേക്ക് യാത്ര ചെയ്യും. അന്യഭാഷ വാരി കോരി പറയും. അതൊന്നും ദൈവാത്മാവല്ല, എല്ലാം ദുരാത്മാവാണ്. സ്തോത്രം. നമുക്കതൊക്കെ പരിചയമായിട്ട് അറിയുന്ന കാര്യമില്ലേ? മോഷ്ടാക്ക കള്ളന്മാർ അന്യഭാഷ പറയുന്നു. ഏതാത്മാവില പറയുന്നത്? സ്തോത്രം. അത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് കാര്യമോ ശരിയായ കാര്യമാണ് അന്യഭാഷ എന്ന് പറഞ്ഞത്. പക്ഷെ ഏത് ആത്മാവിൽ പറഞ്ഞു? ദൈവാത്മാവിലല്ലെന്ന് സ്പഷ്ടം. ഹല്ലേലൂയ. അപ്പോൾ രാത്രിയിലും പകലിലും ദൈവഭക്തന്മാർ ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറയുകയാണ്. വയ്യ. അങ്ങനെ ദാസന്മാരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും രാത്രിയിലും പകലിലും അങ്ങയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ എന്ന് പറഞ്ഞാലൊക്കെ ആ ശുശ്രൂഷകൻ അടക്കം അതിൽ വരികയാണ്. ഇസ്രായേൽ മക്കളായ ഞങ്ങൾ അങ്ങയോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് അങ്ങയുടെ ചെവി ശ്രദ്ധിച്ചും അങ്ങയുടെ കണ്ണു തുറന്നുമിരിക്കണമേ. ഞാൻ എന്റെ പിതൃഭവനും നല്ലവനെന്നല്ല പറഞ്ഞത്, ഞാനും എന്റെ പിതൃഭവനും പാപം ചെയ്തിരിക്കുന്നു. പറയാമോ? ഇന്നത്തെ കുടുംബത്തിൽ സ്ത്രീക്ക് പറയാമോ ഞാൻ എന്റെ കുടുംബം പാപം ചെയ്തവരാണെന്ന്? ഇന്നത്തെ പുരുഷന് പറയാമോ ഞാൻ എന്റെ പിതൃഭവനും പാപം ചെയ്തവരാണെന്ന്? പറയാമോ? പറയാൻ ചങ്കൂറ്റുണ്ടോ? സ്തോത്രം. എന്റെ കുടുംബത്തെ പറയാം, എന്റെ കുടുംബത്തെ പറയാം. നീയാ ഇതല്ലേ കുടുംബത്തിന് ചിത്രം വരുന്നത്? ഈ ഒറ്റ വാക്കല്ലേ കുടുംബ കോടതിയിലെ കേസ് വരിക്കുന്നത്? എന്റെ കുടുംബത്തെ പറയാം. നീ ആര്? സ്തോത്രം. കരങ്ങളെഴുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇല്ലാത്ത കുറ്റാരും പറയണ്ട, ഉള്ള കുറ്റം പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഭാര്യയുടെ കുടുംബത്തിലെ കുറ്റം ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് പറയേണ്ട കാര്യമില്ല. ഭർത്താവിന്റെ കുടുംബത്തിലെ കുറ്റം ഭർത്താവ് സമ്മതിച്ച് പറഞ്ഞാൽ ഭാര്യ പറയേണ്ട കാര്യമില്ല. സ്തോത്രം. സ്വന്തം കണ്ണിലെ കോൽ ഓർക്കുന്നവനെ കമ്പെടുത്ത് കുത്തരുത് എന്ന് പറയും പോലെ. സ്തോത്രം. ബൈബിൾ പറയുന്നതെന്നറിയാം, സ്വന്തം കണ്ണെ കുത്താനാണ്. സ്വന്തം കണ്ണെ കുത്ത്. നിന്റെ കുടുംബത്തെ നീ കുത്ത്. ഭർത്താവിന്റെ കുടുംബത്തെ നീ കുത്തുണ്ട, ഭാര്യയുടെ കുടുംബത്തെ നീ കുത്തുണ്ട, നിന്റെ കുടുംബത്തെ നീ കുത്ത്. നിനക്ക് ശുഭം വരും. കുടുംബങ്ങൾ സക്സസ് ആവും, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ജീവിതത്തിൽ വചനത്തിന്റെ പ്രകാശനം തുടങ്ങിയ നാൾ മുതൽ സ്തോത്രം തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് മുൻസ്ഥാനം. അങ്ങനെ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരുമായിട്ട് എനിക്ക് പ്രീതിയുണ്ട്. അല്ലാത്ത ഒരു നായ്ക്കളുമായിട്ട് എനിക്ക് പ്രീതിയില്ല. കണ്ടാ മിണ്ടുമായിരിക്കാം. സ്തോത്രം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കാത്ത നായ്ക്കൾ എന്ന് പറയുന്നത് അറിയാം, ഛർദിക്ക് തിരിഞ്ഞ നായായതുകൊണ്ട് അവരെ കുറിച്ച് നായ്ക്കൾ എന്ന ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ല വേറെ ആക്ഷേപിച്ച് പറഞ്ഞൊന്നുമല്ല. ഹല്ലേലൂയ.
സ്തോത്രം. ഞാൻ തന്നെ എന്റെ തെറ്റുകളെ ഗ്രഹിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ ഒരു നായായി മാറുകയാണ്. നിങ്ങൾ അതുപോലെ നിങ്ങൾ സമ്മതിക്കണം, നിങ്ങളെ വിലയിരുത്തണം, നിങ്ങളെ തന്നെ ഉപദേശിക്കണം. ഇല്ലാതെ ദൈവത്തെ അറിയേണ്ടവരെ അറിയാൻ കഴിയില്ല സുഹൃത്തുക്കളെ, ഒരിക്കലും കഴിയില്ല. കഴിയാത്തോണ്ട് എന്ത് ചെയ്യുന്നറിയോ? ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഇനി എനിക്ക് അറിയാമില്ല, ഇനി എൻ്റെ അടുത്ത് കർത്താവിനെ കുറിച്ച് എൻ്റെ അടുത്ത് നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എനിക്കറിയാം എന്ന് സ്വയം എന്ത് ചെയ്യും? അഭിമാനിക്കും, സ്വയം വിലയിരുത്തും. നോ, അത് പാപത്തോട് പാപം കൂട്ടുകയാണ്. മാത്രമല്ല നിനക്ക് തന്നെ കുഴി നീ കുഴിക്കുക. മാത്രമല്ല നിനക്ക് വേണ്ടി തന്നെ നീ ബോംബുണ്ടാക്കുകയായിരുന്നു പാതാളത്തിലേക്ക്. സ്തോത്രം. നിന്റെ വായിലെ വാക്ക് തീയായി നിന്നെ ദഹിപ്പിക്കും. വേറെ പ്രത്യേക തീയൊന്നും ദൈവത്തല്ല, അവരവരുടെ വായിലെ വാക്ക് തീയായി നിന്നെ ദഹിപ്പിക്കും. പ്രവാചകൻ പറയുന്നത് നിന്റെ ശ്വാസം തീയായി നിന്നെ ദഹിപ്പിക്കും. സ്തോത്രം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യോഗ്യതയുള്ളവർ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നും പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ. വായിക്കാം. പാപം ചെയ്തിരിക്കുന്നു. ഏലിയ പ്രവാചകർക്ക് എന്താ പറഞ്ഞ? ആഗാബിനോട്, ആഗാബ് എന്ന് പറഞ്ഞു, നീ എനിക്ക് ഭയങ്കര സംഭവമാണ്, എന്നെ ഭാരപ്പെടുത്തിയാണ്, വേദനപ്പെടുത്തിയാണെന്നൊക്കെ പറയാം. ഏലിയ എന്ന് പറഞ്ഞു, ഞാനല്ല നിന്നെ എന്ത് ചെയ്യണത്, നിന്നെ കഷ്ടപ്പെടുത്തുന്നത്, നിന്റെ പിതൃഭവനം, നിന്റെ പിതൃഭവനം. ഇന്നത്തെ കുടുംബത്തിലുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും തിരിച്ചറിഞ്ഞിരിക്കണം. അവരവരുടെ പിതൃഭവനക്കാരാണ് അവരവർക്ക് ഗുരുക്കായി മാറുന്നത്. അത് ചില പുരുഷന്മാർ എന്ത് ചെയ്യും? അവന്റെ പിതൃഭവനത്തെ മതിൽ കെട്ടി അടയ്ക്കും, പറഞ്ഞാൽ നിർത്തേണ്ടത് നിർത്തും. ചില സ്ത്രീകളും അവളുടെ പിതൃഭവനത്തെ നിർത്തേണ്ടത് നിർത്തും. ചില സ്ത്രീകളും ചില പുരുഷന്മാരെ നിർത്തില്ല, അങ്ങ് തള്ളി കയറിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ഡാം തുറന്നു വിട്ട് ഒരു അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ കുടുംബം സോദരൻ കാറ്റടിച്ചുലയുന്ന കിണത്തിര പോലെ ആയി മാറും. രക്ഷയില്ല, പ്രാർത്ഥിക്കാൻ രക്ഷയില്ല, ഉപസിക്കാൻ രക്ഷയില്ല. മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ഒരു രക്ഷ ശേഷിപ്പുള്ളൂ. കിട്ടിയാ കിട്ടി. ക്രൈസ്തല്ലോ ഇതൊക്കെ എന്തോ വിളിച്ചു പറയുന്നു എന്ന് വിചാരിക്കരുത്. സംഭവം ഭയങ്കര ഗുരുതരമാണ്. ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വശവത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. ആരെങ്കിലും ഏറ്റവും അറിയോ? ഇന്നുള്ള ആരെങ്കിലും ഇതുപോലെ ഏറ്റവും അറിയോ? ഇവരാണ് ദൈവദാസന്മാർ, ഇവരാണ് ശുശ്രൂഷകര്. ഇവരുടെ മുമ്പിൽ ഇന്നത്തെ ശുശ്രൂഷമാർ നിൽക്കുവോ? ന്യായാസനത്തിന് മുമ്പില് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഇടയില് ഈ ബൈബിളിലുള്ള ശുശ്രൂഷകന്മാർ ഒന്ന് ഇറങ്ങി വന്നെന്നിരിക്കട്ടെ, വന്നാൽ ഇവരൊക്കെ ഗതി എന്തായിരിക്കും? അതുകൊണ്ടാണ് ഈ അവരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാനോ അവരെ സാന്നിധ്യം വരാതിരിക്കാൻ വേണ്ടി അവനെന്ന് പറഞ്ഞു വെച്ച് അവരകത്ത് നിർത്തുന്നു. സ്തോത്രം. ദൈവഭക്തന്മാരെ പേര് പറഞ്ഞ് വിളിക്കും, അവനെന്ന് വിളിക്കും, പിന്നെ അവരിങ്ങ് വരുമോ? അവരെ സാന്നിധ്യം ഇവിടെ വരുമോ? അവരിൽ പ്രവർത്തിച്ചിരുന്ന ആത്മാവിടെ വരുമോ? ദൈവത്തെ അവനെന്ന് വിളിക്കും, പിന്നെ ദൈവ സാന്നിധ്യം ഇവിടെ വരുമോ? ഈ ബഹുമാനം കൊടുക്കുന്നിടത്ത് അവര് വരൂ. ദൈവം ബഹുമാനത്തിന് യോഗ്യനാണ്. ദൈവദാസന്മാര് ബഹുമാനത്തിന് യോഗ്യനാണ്. പോഷന്മാർ ബഹുമാനത്തിന് യോഗ്യരല്ല. പോഷന്മാർ നീ അവനെ വിളിച്ചോ, മലയാള ഭാഷയിൽ നീ അവനെന്ന് വിളിച്ചോ, പക്ഷെ ദൈവത്തെയും ദൈവദാസന്മാരെ ഭക്തന്മാരെ അങ്ങനെ വിളിക്കരുത്. മലയാള ഭാഷയിൽ ബഹുമാന വാക്കുണ്ടെങ്കിൽ അതിന്റെ ഒന്നാം സ്ഥാനം, അതിന്റെ ആദ്യ ഫലം ദൈവത്തെ വിളിക്കണം, അതിന്റെ രണ്ടാം ഫലം ദൈവത്തിന്റെ ഭക്തന്മാരെ വിളിക്കണം. പിന്നീട് മാത്രം നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും നിന്റെ അധ്യാപകന്മാരെയൊക്കെ നീ മാനിക്കുക. ആദ്യം മാനിക്കേണ്ടവരെ മാനിക്കാൻ പഠിക്കണം. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കണം, പെന്തക്കോസ്തുകാരും പഠിക്കണം. പെന്തക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെന്തക്കോസിന് വരെ കുന്തക്കോസായി മാറും.
കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ? നമ്മൾ കരുണ പ്രാപിക്കാൻ വേണ്ടി. ഇത് ഭക്തന്മാർ ഇതൊക്കെ ചെയ്യണമെന്നറിയോ? കരുണയ്ക്ക് രക്ഷിക്കും. കരുണ പ്രാപിക്കാൻ വേണ്ടിയാ. കരുണയാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കേണ്ടത്. എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചത്. അനുസരണക്കേടിൽ നിന്ന് അനുസരണത്തിലേക്ക് വരാൻ വേണ്ടിയാ. വരുന്നവർക്കാണ് കരുണ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അല്ലാതെ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞോട്ട് സംഭവം എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ, നെറ്റിയിലിങ്ങനെ ഒട്ടിച്ചോണ്ട് നടക്കാനുള്ള. അല്ലാതെ ഒട്ടിക്കാൻ ഒട്ടൊന്നുമില്ല. കരുണ പ്രാപിക്കുന്നവർക്ക് മാത്രമേ അത് നെറ്റിൽ കാണൂ. സ്തോത്രം, സ്തോത്രം. തിരിച്ചു വരാം റോമലേഖനത്തിലേക്ക്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന്, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു. എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു. ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, എന്നിവയുടെ ആഴമേ, ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ചുമ്മാ ചാടിക്കേറി ആ വഴിയെ പോവാൻ പറ്റില്ല സുഹൃത്തുക്കളെ, പറ്റില്ല. ദൈവത്തിന്റെ വഴി പാപിയുടെ വഴി പോലെയല്ല. ആർക്കും അവിടെ കയറി ചവിട്ടാൻ പറ്റില്ല, പൊള്ളിപ്പോവും. തോന്നിയവാദം ചിന്തിക്കുന്നവർക്കും നടക്കുന്നവർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല ആ വഴിയില്. പറയല്ലോ, യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പറഞ്ഞോണ്ടിരിക്കാനേ പറ്റൂ. അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അങ്ങോട്ട് നടക്കണമെങ്കിൽ കർണ വേണം. കർണയാലല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കർണ പ്രാപിക്കണമെങ്കിൽ ചുമ്മാ കിട്ടില്ല. സൗജന്യമാണ് സംഭവം. സൗജന്യമായിട്ടാണ് ദൈവം തരുന്ന കർണ. പക്ഷെ സൗജന്യം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ രേഖകൾ തെളിയിക്കണം. സ്തോത്രം. ഗവൺമെന്റ് കൊടുക്കുന്ന ലോണ് സൗജന്യമാണ്. ആർക്ക് കിട്ടും? തെളിവ് കൊടുക്കണം. ഞാൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ്, ഇന്ന രീതിയിലുള്ളവരാണ്. സ്തോത്രം. ഒറിജിനൽ തെളിവ് അവിടെ ഹാജരാക്കണം. പിന്നെ കള്ളത്തെളിവ് ഹാജരാക്കി വാങ്ങുന്നവരുണ്ട്. അത് ദൈവസന്നിധി നടക്കൂല. അവിടെ കൈക്കൂലിയും മുഖപക്ഷമൊന്നും അവിടെ ഇല്ല. ഇവിടെ കാണും, പക്ഷെ അവിടെ ഇല്ല. ഇവിടെ കാണും, അത് രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷെ ദൈവസന്നിധിയിൽ അതില്ല. മുഖപക്ഷവും കൈക്കൂലിയൊന്നുമില്ല. രേഖ തെളിയിക്കണം. ഞാൻ ആരാണ്? അതാണ് ദൈവഭക്തന്മാർ സമ്മതിക്കും. ഞാൻ ഇന്നാരാണ്, ഞാൻ എന്റെ കുടുംബവും എന്റെ പിതൃഭവനും ഇന്ന രീതിയിലുള്ളവരാണ്. തന്നെ താഴ്ത്തുകയാണ്. താഴ്ത്തുന്ന ഭർത്താവും താഴ്ത്താത്ത ഭാര്യയും തമ്മിൽ പൊരുത്തപ്പെടുമോ? താഴ്ത്തുന്ന മാതാപിതാക്കളോ താഴ്ത്താത്ത മക്കൾ തമ്മിൽ പൊരുത്തപ്പെടുമോ? തന്നെത്താൻ താഴ്ത്തുന്ന ഭാര്യയും തന്നെത്താൻ താഴ്ത്താത്ത ഭർത്താവും തമ്മിൽ പൊരുത്തപ്പെടുമോ? പ്രാർത്ഥിച്ച പൊരുത്തപ്പെടുമോ? പ്രാർത്ഥിക്കുന്നവന് ഗതി ഉണ്ടാവും. അവന്റെ ജീവിതം പുറത്തല്ലാതാവും. തിരിച്ചടിക്കും. അത് നമ്മൾ ചില ആൾക്കാർ മുമ്പ് പറഞ്ഞു, പ്രാർത്ഥന തിരിച്ചടിക്കും. ദൈവഭക്തൻ ദാവീദിന്റെ അനുഭവം. അവൻ ദിനമായി കിടന്നപ്പോൾ ഞാൻ രക്ഷെടുത്തു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആത്മതപനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്ത് ചെയ്തു? എന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നു. അത് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? തലമുറകൾക്ക് അങ്ങനെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ദൃഷ്ടാന്തമാണ്. പ്രവാചകൻ പറഞ്ഞു, പ്രവൃത്തിയിൽ സാമർഥ്യമില്ലാത്തവർക്കും മനംതിരിയാൻ മനസ്സില്ലാത്തവർക്കും ആയ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ അതിന്റെ അനന്തരഫലം നീ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ റോമലേഖനത്തിൽ പറയുന്ന പ്രകാരം ആ ദൈവത്തിന്റെ ധനം എന്താണ്? ദൈവത്തിന്റെ ധനം ഈ ലോകത്തിൽ കാണുന്ന സമ്പത്താണോ? അതാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയേണ്ട ഹൃദയം വേണം. ഇല്ലയോ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച കിട്ടുമോ? കിട്ടില്ല. പിന്നെന്ത് ചെയ്യണം? ഈ തിരിച്ചറിവില്ലാത്തവരിൽ നിന്നുള്ള വേർപെടൽ ഉണ്ടായിരിക്കണം. വേർപാടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇതാ
തനിച്ച് മറിക്കുന്ന ജനത്തിന് മാത്രമേ അത് കിട്ടൂ. സ്തോത്രം. ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്. ആരെ കുറിച്ച്? നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവ്. അത് ഭയങ്കര ആഴമാണ് കേട്ടോ. അത് ആഴമാണ് കേട്ടോ. അത് യേശുക്രിസ്തു പറഞ്ഞു, ആഴെ കുഴി, ആഴെ കുഴിക്കണം. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന കുഴിയിൽ നീ ഇറങ്ങണം. നീ ആഴെ കുഴിക്കണം. ആഴെ കുഴിച്ച് പാറ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ താഴ്ത്തണം. താഴ്ത്തി നിന്നെ ശോധന ചെയ്ത് നിന്റെ തെറ്റുകളെ മനസ്സിലാക്കി നിന്നെ തന്നെ ശോധന ചെയ്ത് നിന്റെ തെറ്റുകളെ ഗ്രഹിച്ച് അവ ഏറ്റുപറഞ്ഞ് നീ നിന്നെ തന്നെ കുഴിക്കണം. അല്ല കുഴിക്കുകയാണ്. കുഴിച്ച് വരുമ്പോൾ ആരെ കാണും? പാറയെ കാണും. ആ പാറ ആരാണ്? ആ പാറ ക്രിസ്തുവാണ്. ഇല്ലാത്ത ഇവിടുത്തെ ഒരു നീചന്മാരും ഒരു നീചത്തികളും പാറയെ അടിസ്ഥാനം ഇട്ടവരല്ല. സ്തോത്രം. ഇതൊന്നും വൈരാഗ്യ ബുദ്ധിയല്ല. സ്തോത്രം. സങ്കട യാചനയെ പറയുക. ജനത്തെ വഞ്ചിക്കുന്ന ശുശ്രൂഷകന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ സ്തോത്രം നിറ കണ്ണോടുകൂടി പറയുന്ന കാര്യം. ഹല്ലേലൂയ. ചുമ്മാ പാറമേൽ അടിസ്ഥാനം കിട്ടില്ല. തന്നെത്താൻ താഴ്ത്തണം, തന്നെത്താൻ ശോധന, തന്നെ തെറ്റി ഗ്രഹിക്കണം. അടുത്തവന്റെ കണ്ണിലെ കോല ഓർക്കണം. അതൊക്കെ പിന്നീട്. സ്വന്തം കണ്ണിലെ കോല ഓർക്കണം. അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കണം. അതൊക്കെ പിന്നീട്. അതൊക്കെ സമയം വരും. അപ്പോഴും നിർത്താൻ മതി. എടുക്കേണ്ടതല്ല പറയുന്നത്. സമയം വരും. നിനക്ക് കണ്ണിന് കാഴ്ചയില്ല, പിന്നെ മറ്റൊരു മനുഷ്യന്റെ കണ്ണിലെ കുപ്പ എടുക്കും. നിന്റെ കണ്ണ് തിമിരോ? അല്ല, നിന്റെ എന്ന് പറയില്ല, എന്റെ കണ്ണ് തിമിരോ? എന്റെ കണ്ണിൽ തിമിരം ഇരിക്കെ മറ്റൊരു സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? എന്റെ കണ്ണിലെ തിമിരം ചികിത്സിച്ച് ഭേദമാണ്. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് തെളിവായി കാണും. അതിന്റെ അർത്ഥമോ, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്ത് തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് തന്നെ താൻ താഴ്ത്തുന്നത് എന്നെ കുഴിക്കുക. ഞാൻ കുഴിക്കുക. കുഴിച്ച് എന്റെ തെറ്റുകളെ ഗ്രഹിച്ച് ഏറ്റുപറഞ്ഞ് വരുമ്പോൾ അതിന്റെ ഒരു ഡിഗ്രി, ദൈവം ഉദ്ദേശിക്കുന്ന ഡിഗ്രിയിൽ എത്തുമ്പോൾ പാറകൾ, ആ പാറയാണ് ക്രിസ്തു. അവിടെ വെച്ചാണ് യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയാൻ റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയും. അല്ല, ചാടി കുതിച്ച് വന്നുടനെ ഏറ്റു പറയാനല്ല. പാറ കണ്ടിട്ട് ഏറ്റു പറഞ്ഞ് ഗുണം ചെയ്യും. പാറ കണ്ടിട്ട് ഇനി ഏറ്റു പറഞ്ഞ് ഗുണം ചെയ്യും. അല്ല, മറ്റോ വന്നാൽ പറയും, സഹോദരൻ പിടിച്ചോ. അത് കേൾക്കാൻ ഭയങ്കര ടൂർണമെന്റ് ആണ്. അഭിഷേകം പോലെയൊക്കെ തോന്നും. അതൊന്നും അഭിഷേകമല്ല, ദുരാത്മാവാണ്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതാണ് അഭിഷേകം. കാരണം തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ ഇങ്ങനെ വിഗ്രഹം പോലെ ഇരിക്കരുത്. അത് വാർത്തറക്കണം. അന്യഭാഷ അവർക്കാണ് അന്യഭാഷ പറയാൻ സ്വാതന്ത്ര്യമുള്ളത്. സ്ത്രീയായ പുരുഷനായ അല്ലാത്തവർക്ക് വിലക്കാണ്. അങ്ങനെ ആഴെ കുഴിക്കുന്നവർക്ക് മാത്രമേ പാറ കാണാൻ പറ്റൂ. ആ പാറയാണ് ക്രിസ്തു. ആ പാറ കണ്ടതിന് ശേഷമേ ഏറ്റു പറയാൻ പറ്റുള്ളൂ. കർത്താവ്, അങ്ങ് തന്നെ എന്റെ കർത്താവ്, അങ്ങ് തന്നെ എന്റെ രക്ഷകൻ, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഞാൻ വായിക്കും ഏറ്റു പറയും. അവർക്കാണ് സ്നാനം. ഹല്ലേലൂയ. ഏകദേശ രൂപം മനസ്സിലാക്കാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് നിങ്ങൾ സാക്ഷ്യം പറയാം.
ഹല്ലേലൂയ. അടുത്ത് ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം എന്ന് പറഞ്ഞാൽ അപ്രമേയം. അപ്രമേയം. ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം. ആർക്കും കിട്ടുന്നില്ല ഇവിടെ. സ്തോത്രം. സൈലന്റ് നിൽക്കട്ടെ തക്ക സമയത്ത്. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരം. അതാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. നീ അറിയാത്തതും മഹത്വമായതും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അമേരിക്ക പോലുള്ള കാര്യം അറിയിക്കുന്നല്ല. നീ അമേരിക്കയിൽ പോയാലും നീ പോയില്ലെങ്കിലും നീ അറിയേണ്ട കാര്യം നിത്യജീവന്റെ കാര്യങ്ങളാണ്. നിന്റെ തെറ്റുകളെ നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തേ കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? ആര് പറ. കർത്താവിന്റെ മനസ്സ് അറിയുന്ന ആരറിയും? എനിക്കറിയാം കർത്താവിന്റെ മനസ്സ്. ആരെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ? സ്തോത്രം. സ്വന്തം ഭർത്താവിന്റെ മനസ്സ് ഭാര്യയ്ക്ക് അറിയാൻ പറ്റുന്നില്ല. സ്വന്തം ഭർത്താവെന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് ഭാര്യയ്ക്ക് അറിയാൻ കഴിയുന്നില്ല. പിന്നെയാണ് അങ്ങ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിരിക്കുന്ന കർത്താവിന്റെ മനസ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയുന്നത്. അറിയോ? എന്തിനറിയാതിരിക്കുക? അറിഞ്ഞെന്ന് പറയും. കർത്താവിന്റെ മനസ്സ് അറിയാത്തവർ എന്തിന് മാനസാന്തരമുണ്ട്? മാനസാന്തരം അവിടെയാണ് തുടങ്ങുന്നത്. കർത്താവിന്റെ മനസ്സ് അറിയുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത്. പിന്നെ ആര് മാനസാന്തരം പെട്ടിട്ട് ആ മാനസാന്തരം പിന്നെ കുത്തി മറി ചാടുന്നത്? അത്രയ്ക്ക് ക്രിസ്ത്യ ലോകം അതമ്പതിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ മനസ്സറിഞ്ഞാലേ മാനസാന്തരാവും. പൂർണ്ണമല്ല, തുടക്കം. ഇവിടെ സ്വന്തം മനസ്സ് പോലും ആദ്യം ആരും അറിയുന്നില്ല. അറിയാമോ സ്വന്തം മനസ്സ് എങ്ങനെയുള്ളത്? അറിയാമോ? അറിയാം. ഇയാളുടെ മനസ്സ് എങ്ങനെയുള്ളതാണ്? ആദ്യം അതിനെ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. സ്വന്തം മനസ്സ് എങ്ങനെയുള്ളതെന്ന് അറിയാൻ വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. ഞാൻ ഉദാഹരണമായി പറഞ്ഞ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ സമയം ഇവിടെ ഒന്നുമില്ലല്ലോ. സമയം നോക്കാൻ വേണ്ടി അങ്ങ് മൊബൈൽ നോക്കും. അവരെ മനസ്സ് എങ്ങനെയുള്ള? അല്ലെങ്കിൽ മൊബൈൽ എങ്ങനെ എടുത്തോ? എങ്ങനെയുള്ള മനസ്സ്? സ്വന്തം മനസ്സോലും ആർക്കും അറിയില്ല. വേറെ അറിയില്ല, അവരവർക്കും അറിയില്ല. അതെങ്കിലും ആദ്യം അറിഞ്ഞു തുടങ്ങണം കേട്ടോ. സ്വന്തം മനസ്സിലുള്ളത് ശരിയാണോ തെറ്റാണോ? സ്വന്തം മനസ്സിലുള്ള നിത്യജീവന് വേണ്ടിയുള്ളതാണോ നിത്യ നരകത്തിലേക്കുള്ളതാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അറിയാമോ? ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് അറിയാമോ? എനിക്കറിയാമോ? അറിയണം. അവിടെയാണ് തുടങ്ങാനുള്ളത്. പിന്നീട് കർത്താവിന്റെ മനസ്സറിയാനേ പറ്റുള്ളൂ. അത് സ്വന്തം മനസ്സിലിരിപ്പ് ആദ്യം അറിയും. നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മെ അറിയിക്കുക എന്നാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മെ അറിയിക്കുക, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിനറിയാം നമ്മെ അറിയിക്കുക. അത് നമ്മൾ അറിയണം. അതിനുണ്ട് താഴെ. അതിനുണ്ട് ഭജനം വായിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മ ആചരിക്കണം, തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം, വൈരാഗ്യ ബുദ്ധികളെല്ലാം തൂത്തുകളയണം. ചൂലുകൊണ്ട് തൂത്തുവാരി കളയുന്ന പ്രവാചകൻ പറയുന്നത്. സ്തോത്രം. എങ്കില് അഗോചരമായ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അഗോചരമായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നവരെ നിനക്ക് ഭൂതം, നിനക്ക് പിശാച് എന്ന് പറഞ്ഞ് തരം താഴ്ത്തേണ്ടി വരും. തരം താഴ്ത്തും തോറും തരം താഴ്ത്തുന്നവർ താഴ്ന്നുകൊണ്ടിരിക്കും, ഗ്രഹിക്കുന്നവർ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. അവർ രണ്ടുപേരുടെ കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ ഇവിടെ കിടക്കും.
ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ബുദ്ധിയുപദേശവുമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. അതുകൊണ്ട് ബുദ്ധി ഉപദേശം നമ്മൾ ഉദാസീനതയോടെ കാണരുത്, ഉത്സാഹത്തോടെ ഏറ്റെടുക്കണം. 119 സങ്കീർത്തനം 71-72 വാക്യം വായിക്കും. 171-172 വാക്യം വായിക്കുമ്പോൾ അങ്ങയുടെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് ഹല്ലേലൂയ. എന്തിനാണ് ഉപദേശിച്ചു തരുന്നത്? ആ ചട്ടത്തെ നടക്കാൻ വേണ്ടിയാ. എന്തിനാണ് നടക്കുന്നത്? കരുണ കിട്ടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്തിനാ നടക്കുന്നത്? കരുണ കിട്ടാൻ വേണ്ടിയാ. അതിലൂടെ നടക്കുമ്പോ അനുസരണം തികയുമ്പോൾ കരുണ കിട്ടും. അല്ലാതെ ഓരോരുത്തർ പറയുമ്പോൾ കരുണ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് തന്നു നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യമല്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ അർഹരാക്കി മാറ്റാൻ വേണ്ടിയാണ് കരുണ വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിയെ നടക്കണമെങ്കിൽ ആ വഴി ഉപദേശിക്കപ്പെടണം. അർഹതയില്ലാത്ത സ്ഥാനത്ത് എനിക്ക് PSC ജോലിക്ക് വിളിച്ചു. എനിക്കൊരു അർഹതയില്ല. എങ്ങനെ വിളിച്ചത്? എന്റെ കുടുംബ മഹിമ നോക്കിയാൽ ഒരു അർഹതയില്ല PSC ജോലിക്ക് വിളിക്കുക, എന്നെ വിളിക്കാം. പക്ഷെ എങ്ങനെ വിളിച്ചു? PSC പരീക്ഷ 1ാം ക്ലാസ് അവിടെ ജയിച്ചു, ഫസ്റ്റ് ക്ലാസ് അവിടെ ജയിച്ചു. അവിടെ പരീക്ഷ ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ജയിക്കാൻ കാരണം എന്താണ്? PSC പരീക്ഷയ്ക്ക് ക്ലാസ്സിന് പോകാൻ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കാരണം എന്താണ്? സ്കൂളിൽ പോയി. അപ്പൊ ഇങ്ങനെ ഒരറിവിന്ന് തുടങ്ങി PSC ക്ലാസ് വഴി PSC പരീക്ഷയ്ക്ക് കയറി പരീക്ഷയിൽ ഉന്നതമായിട്ട് ഉത്തരം എഴുതി മാർക്ക് കിട്ടി ജോലി പിടിച്ചു. ജോലി സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്. പക്ഷെ അറിയേണ്ട കാര്യം അറിഞ്ഞ് അനുസരിക്കേണ്ട കാര്യം അനുസരിച്ച് എന്തെങ്കിലും തെറ്റിയാൽ സൗജന്യം. അതിനെയാണ് എന്നുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയാം, രക്ഷ സൗജന്യം, ഓടിവ ഇന്നാ പിടിച്ചോ രക്ഷ. അങ്ങനെയാണ് തലമുറകൾ നാശയോഗ്യരായി. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ പുതിയ തലമുറ എഴുന്നേറ്റു. ഇന്ന് പ്രായം ചെന്ന പാസ്റ്റർമാര് നാട്ടിൽ കൈ കൊടുക്കുക. എന്ത് പറ്റി? പറ്റിയത് നിങ്ങളൊക്കെ തന്നെ പറ്റിച്ചത്. സ്തോത്രം. ഈ കർക്കശമായ ഉപദേശത്തെ പറയരുത്, ഇത് ശരിയല്ല എന്ന് എന്നോട് എത്ര പേര് വിലക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇത് പറയുന്ന ഞാനല്ല, ഇത് ഞാൻ കേൾക്കുന്നവരാ. ഇത് ഞാനും കേൾക്കുന്നവരാ. നിങ്ങളെ പോലെ കേൾക്കുന്നവരിൽ ഒരുവനാണ് ഞാൻ. സ്തോത്രം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ സംസാരമാണ്. നമ്മുടെ അനുതാപത്തിന് വേണ്ടി, നമ്മുടെ കുറ്റബോധത്തിന് വേണ്ടി, പാപബോധത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലാണ്. സ്തോത്രം. അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപദേശിക്കുമ്പോൾ അതിന് നമ്മൾ സ്തുതി പാടണം. വായിക്കാം. ദൈവത്തിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ ആദരങ്ങൾ സ്തുതി പൊഴിക്കുന്നു. വീട് കിട്ടിയതുകൊണ്ടല്ല, തലമുറ കിട്ടിയതുകൊണ്ടോ, ഈ ലോകത്തിൽ അനുഗ്രഹം കിട്ടിയതുകൊണ്ടല്ല സ്തുതി പൊഴിക്കുന്നത്. ഇന്നുള്ളൊരു സ്തുതി പൊഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? പ്രവർത്തിക്കത്തൊക്കെ കൂലിയിൽ കിട്ടൂ. സ്തോത്രം. എടുത്ത് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന അനീതിയല്ല, ദൈവത്തിന്റെ കൽപ്പന നീതിയാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നീതിയുള്ള ദൈവത്തിന്റെ കൽപ്പനകളെ പുറകെ എറിഞ്ഞിട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ കർത്താവ് ആ ശബ്ദം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിതാവിന്റെ ഇട്ട് അതാണ് ദൈവത്തിന്റെ കൽപ്പന. അതിനെ കാക്കുവാൻ നമ്മളെ കാവൽക്കാരായി മാറും. അങ്ങയുടെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കുകയാണ്. എന്റെ നാക്ക് അങ്ങയുടെ വാഗ്ദത്തത്തെ കുറിച്ച് പാടട്ടെ. അതാണ് നിത്യജീവൻ.
ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമോ അത് നിത്യജീവൻ തന്നെ. അതാരാണ് പാടാനുള്ളത്? ദൈവത്തിന്റെ കൽപ്പനകൾ നീതിയുള്ളവരെന്ന് പഠിക്കുന്നവരാണ്. അല്ലാതെ ബൈബിൾ കോളേജ് പഠിയിട്ട് ബൈബിൾ കോളേജ് വഴി വന്നിട്ട് അവനല്ല ഇത് പാടാനുള്ള നിത്യജീവൻ. അവന് പാടാൻ കഴിയില്ല, അവൻ പാടയുമില്ല. അവനെ പാടിയാലോ ജനത്തെ വഞ്ചിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കെടുത്ത് പറയും, അത്രയാണ്. പക്ഷെ അത് അവകാശമാക്കേണ്ട വഴി പറയില്ല. നിത്യജീവൻ എന്ന ദൈവത്തിന്റെ ദാനമായ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന നീതിയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ എല്ലാവരും ദുർവിനിയോഗം ചെയ്തിട്ട് യേശുവിനെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ ഭൗതികമായ ചില വാഗ്ദത്തങ്ങൾ ബൈബിളുണ്ട്, അതൊക്കെ പ്രാപിക്കാം. അത് കാഴ്ചയിലുള്ളതാണ്, താൽക്കാലികമാണ്. അത് പ്രാപിച്ചൊന്ന് കുഴിക്ക് കുഴിയായിട്ട് പോവാം. പക്ഷെ അത് പ്രാപിച്ചില്ലേ, നിത്യജീവൻ എന്ന വാഗ്ദത്തം പ്രാപിച്ചാൽ ഹല്ലേലൂയ, ശരീരം മണ്ണോടും മാഞ്ഞു പോയാലും ആത്മാവ് നിത്യജീവൻ പ്രാപിക്കും. അതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. അവിടെയാണ് കരുണയുടെ ദൈവത്തിന്റെ പ്രവർത്തനം. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കും.